മധ്യസ്ഥം എന്നല്ല പറയുന്നത്. അങ്ങനല്ല പാസ്റ്റർ പറയുന്നത്. ഈ മോശ പഴയ നിയമത്തിലെ മധ്യസ്ഥനാണ്. ആ ഏതാ മറ്റേ അല്ലല്ല, വാക്യെടുത്ത് വായിച്ചു. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ. മനുഷ്യനും ദൈവമായ യേശുക്രിസ്തു. മനുഷ്യനും ദൈവമൊന്നുമില്ല, രണ്ടുമാണ് അവൻ രണ്ടുമാണ് അവൻ. അതുകൊണ്ടാണ് അവനെ മധ്യസ്ഥനെ വിളിക്കുന്നത്. ഒരേ സമയം അവൻ ദൈവവും ഒരേ സമയം അവൻ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് അവനെ മധ്യസ്ഥനെ വിളിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധ റൂഹ പ്രവാചകന്മാരിൽ വന്നും പോയി മാത്രം നിന്നിരുന്ന ഒരു സംഭവമാണ്. അത് എല്ലാ കാലത്തും ഇല്ലായിരുന്നു. അത്യാവശ്യങ്ങളിൽ മാത്രം അരുളപ്പാടുകളെ അറിയിക്കുന്ന പരിശുദ്ധ റൂഹ പ്രവാചകന്മാരിലൂടെ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ജനനത്തിലൂടെ ലഭിക്കുന്നത്, മനുഷ്യന് സ്വർഗത്തോട് ആക്സസ് ഉണ്ടാവുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതാണ് മധ്യസ്ഥത എന്ന് പറയുന്നത്. ഈ ആക്സസ് ആണ് മനുഷ്യനും ദൈവമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാകുന്നത് ഈ യേശുവിലൂടെയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ കിട്ടിയില്ല. അത് പരിശുദ്ധാത്മാവ് ഭാഗികമായി വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവാചകന്മാരിലൂടെ മാത്രം, അത് സെലക്റ്റഡ് പ്രവാചകന്മാരിലൂടെ മാത്രം. കാരണം ഈ ബാലാക്ക് എന്ന് പറഞ്ഞൊരു കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ, അവനിലൂടെ എന്നാലും ഒരു കാര്യം പ്രവചിച്ചു. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഞാൻ കാണുന്നുണ്ടോ എന്നൊരു പ്രവചനം പ്രവചിച്ചു. അത് ഇപ്പോഴല്ല താനും എന്ന് പറഞ്ഞൊരു പ്രവചനമുണ്ട്. അപ്പം ഈ കള്ളപ്രവാചകനായ ബാലാക്ക് പോലും ഒരു പ്രവചനം പറഞ്ഞു, ഒരു ഉദയനക്ഷത്രം ഞാൻ കാണുന്നുണ്ടെന്ന്. അത് ഇപ്പോഴല്ല താനും. മാസ്റ്റർജി ഉണ്ടോ അവിടെ? ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണത്തില്ല, ഇതേ ഇരിക്കുന്നത്. അല്ല ഇവിടെ ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. അപ്പൊ ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ അല്ല ഉദ്ദേശിക്കുന്നത് ഈ യേശു ക്രിസ്തുവിനെ? പുതിയ മധ്യസ്ഥനാണല്ലോ. അത് കവണന്റെ പ്രകാരമാണോ? അതെങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തത്? അനുവനച്ചാൻ പറഞ്ഞ വേറെ അഭിപ്രായമാണ് ചോദിച്ചത്. ഈ കവണന്റെ മധ്യസ്ഥനല്ലേ? കവനന്റെ മധ്യസ്ഥനല്ല. അന്നാമച്ചേടത്തിന്റെ പശുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥനല്ല. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കറക്റ്റ് അല്ലേ? ആണ് സഹോദര. ഓടിക്കോ. ഞാൻ ചമ്മിയെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ ഇതിനകത്തൊന്ന് ചിരിച്ചോട്ടെ. ഈ ഉദാഹരണത്തിലൊന്ന് ചിരിക്കാൻ അവകാശം തരും. ചിരിച്ചോ. അല്ലത് അരിവച്ച സോയിപ്പാസ് കിട്ടിയ സമയത്ത് ഒറ്റ കാറ്റുമായിരുന്നു. കൂട്ടെ മനുഷ്യനെയും ദൈവത്തെയും കൂടെ ലിങ്ക് ആക്കുന്ന ഞാൻ പറഞ്ഞില്ല. പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ഈ കന്യാമറിയുവിന്റെ ഉദരത്തിൽ ഉരുവായത് കൊണ്ടാണ്, ഈ മനുഷ്യൻ ദൈവമായതുകൊണ്ടാണ് മനുഷ്യർക്കും ദൈവത്തിനോടൊക്കെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു വരുന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു മധ്യസ്ഥതയല്ല. യേശുവിന്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇത് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യുണീക്ക് മീഡിയേഷൻ ആണ്. വേറെ ആർക്കും ആ സ്ഥാനം എടുക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ എന്നാ പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തെയും മനുഷ്യനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന വ്യക്തി യേശുവാണ്. പക്ഷേ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരർത്ഥത്തിലുള്ള മധ്യസ്ഥത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് ഈവൻ പാസ്റ്റർമാർ പോലും മധ്യസ്ഥത ചെയ്യുന്നുണ്ട്. ആർക്ക് വേണേലും ഇപ്പം ഞാനിപ്പോ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു ദോഷവും ഇല്ല. അത് ആ ഒരർത്ഥത്തിലുള്ള മധ്യസ്ഥതയുണ്ട്. അതിനെ സത്യത്തിൽ ആ വാക്ക് പക്ഷപാതം എന്ന് വേണം പറയാൻ. ഇന്റർസെഷൻ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ ഇന്റർസെഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ മധ്യസ്ഥത എന്ന് തർജ്ജമ ചെയ്തതാണ് ആയിരക്കണക്കിന് ആളുകൾ യാക്കോബക്കാർക്ക് നഷ്ടപ്പെടാൻ കാരണം, 100 പേര് കത്തോലിക്കർക്ക് നഷ്ടപ്പെടാൻ കാരണം ഈ മധ്യസ്ഥത എന്ന മലയാളം വാക്കാണ് ചതിച്ചത്. സത്യത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഇന്റർസെഷൻ എന്നും മീഡിയേഷൻ എന്നും 2 വാക്കുണ്ട്. മലയാളത്തിൽ മധ്യസ്ഥത എന്നും പക്ഷപാതം എന്നും 2 വാക്കുണ്ട്. ഈ പക്ഷപാതം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ പക്ഷപാതം എന്ന് പറഞ്ഞൊരു വാദരോഗമുണ്ട്. അതുകൊണ്ട് ആ വാക്കിനൊരു ആളുകൾ ഉപയോഗിക്കത്തില്ല, തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷപാതമല്ല, പക്ഷവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആശയമാണ്. അതാണ് ഇന്റർസെഷൻ. അപ്പം കന്യകാമറിയത്തിന്റെ ഇന്റർസെഷൻ ആണ്. സെയിന്റ് ജോർജിന്റെ ഇന്റർസെഷൻ, ഓൾ സെയിന്റ്സ് ഡു ഇന്റർസെഷൻസ് ഫോർ us.
അപ്പൊ ഇന്റർസെഷൻ ഉണ്ട്, അല്ലാതെ മീഡിയേഷൻ അവർക്ക് കന്യാമറിയാമനൊന്നും നമ്മുടെ മധ്യസ്ഥയാകാൻ പറ്റത്തില്ല. ആർക്കും പറ്റത്തില്ല, ഓൺലി ജീസസ് ക്രൈസ്റ്റ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അത് ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ച യേശു മാത്രം. യേശു അല്ലാതെ വേറെ ആർക്കും ആ പൊസിഷനിൽ വരാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞത്. ഇനി അങ്കിളെ ചമ്മിയത് ആരാണെന്ന് പറ അങ്കിളെ. ഞാൻ ചെറുതായിട്ട് ചമ്മ സംശയം. ആ, അത്രേ ഉള്ളൂ. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞ് പാസ് അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. ജിംഷായ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചു. കർത്താവ് മീഡിയേഷൻ ആണെങ്കിൽ there is another concept called arbitration, right? Can you say that he also arbitrates for us? എന്നാ Arbitration, arbitrator. Is he കട്ടായി an കേട്ടോ, arbitrator? നിങ്ങൾ ആരും കേട്ടോ? ആ, ന്യായവിധിക്കാരനോ ആർബിട്രേറ്ററിന്റെ എന്താ അങ്ങനെ ഞാൻ ചോദിച്ചത്. ഒന്നുകൂടെ പറഞ്ഞ കൊല സിസ്റ്ററെ കേട്ടില്ലായിരുന്നു. എനിക്ക് മുറിഞ്ഞു പോയി എനിക്ക് കേട്ടോ, മുറിഞ്ഞു വന്നു കേട്ടോ. കർത്താവ്, there is another concept called arbitration എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. So does he also arbitrate for us, meaning he can reach a final verdict? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു ലീഗൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇല്ല, അതെനിക്ക് മനസ്സിലായില്ല. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാ ഏത് വാക്യാ ഉദ്ദേശിച്ചത്? എനിക്ക് വാക്യം എന്ന് അറിഞ്ഞൂടാ. I'm just asking. ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് പാർട്ടീസ് തമ്മിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഹൈക്കോർട്ട് ഇപ്പൊ ഒരു കോടതി അപ്പോയിന്റ് ചെയ്യാം. ഹൈക്കോടതിയല്ല, ആർക്ക് വേണമെങ്കിലും നിയമിക്കാം. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലറിനെ ഉള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് സെറ്റിലർ ആണ് ആർബിട്രേറ്റർ. അതെ, കോടതിയൊക്കെ നമ്മുടെ ഈ പിന്നെ നാട്ടിലൊക്കെ കൂടുതലും ബാങ്ക് ലോണൊക്കെ എടുത്ത് അടയ്ക്കാതെ നടക്കുമ്പോൾ ആർബിട്രേറ്ററെ വെക്കും. പിന്നെ നമ്മള് 10 ലക്ഷം ഉണ്ട്, നമുക്ക് എത്ര അടയ്ക്കാൻ പറ്റും? 6, അത് ഇച്ചിരി കയറ്റി വെക്കും, ഒരു 7 നമുക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞ് തീർപ്പാക്കും ആർബിട്രേറ്റർ വന്ന്. ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് പറ. കർത്താവിന് ആർബിട്രേറ്റ് അങ്ങനെ ഒരു റോൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണേ. അതാണ് എവിടെ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ വാക്യം പറഞ്ഞു, അതോ വാക്യമില്ല ചുമ്മാ ചോദ്യമാണോ? എനിക്കറിയില്ല, വാക്യമൊന്നും എനിക്കറിയില്ല. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരുടെ എന്ത് ഡിസ്പ്യൂട്ട് ആർബിട്രേറ്റർ ആയിട്ട് വരുന്നത്? ഏത് ഡിസ്പ്യൂട്ടിലാണ്? ഒരു മീഡിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ he mediates, he provides ഇതൊക്കെ. ഓക്കെ, മീഡിയേറ്റർ cannot make a final verdict, he cannot decide. നോ, അങ്ങനത്തെ മീഡിയേഷൻ ഒന്നുമില്ല. മീഡിയേറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ച ഹാർനസ് ഉണ്ടല്ലോ. ഈ ഹാർനസ് എന്ന് പറഞ്ഞാൽ അതിന് അത് നമ്മൾ ഈ കൊളുത്ത് ഈ മുകളിലോട്ടൊക്കെ പൊങ്ങുമ്പോ ഈ നമ്മുടെ മുതുകത്ത് ഇങ്ങനെ വെച്ചൊരു കൊളുത്ത് വരത്തില്ലേ? ഇല്ലേ? ഹാർനസ് നമ്മള് സർക്കസിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ പൊങ്ങി പോണേ. അങ്ങനെ ഈ മനുഷ്യവർഗത്തിന്റെ മൊത്തത്തിലൊരു ചുറ്റിക്കെട്ട് കെട്ടി അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കൊളുത്താണ് ജീസസ്. പുള്ളിക്കാരി ചോദിച്ച അതല്ലല്ലോ പാസ്റ്ററെ. പുള്ളിക്കാരി ചോദിച്ചാ നിങ്ങളും ലളിതമായിട്ട് പറ, ഞാൻ മറുപടി പറയാം. എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ എനിക്ക് മനസ്സിലായതാണ്, നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിച്ച് സെറ്റിൽ ചെയ്യും, ആ അർത്ഥത്തിലാണെന്നാ പുള്ളിയുടെ എനിക്ക് തോന്നിയത്. അങ്ങനെയാണോ ചോദിച്ചേ? തോലോ അല്ല ഷിബ്ചായ, ഇവിടെ ഞാൻ എന്റെ മൈൻഡില് മീഡിയേഷനും ആർബിട്രേഷനും വെരി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ്. സോ മീഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ somebody who just stands in there and brings the parties together. Okay, arbitration എന്ന് വെച്ചാൽ little bit more power ഉണ്ട്. You can make a final verdict. The verdict is binding, can be executed. അപ്പോ മീഡിയേഷൻ ഓഫ് കോഴ്സ് ആർബിട്രേഷൻ അങ്ങനെ. അതെ, അതിനകത്ത് എന്നാന്നറിയോ, ഈ കോലോ ഒരു അറ്റോർണി ആയതുകൊണ്ട് ലീഗലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അത് കാത്തലിക് തിയോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജി ആണ് അതിന് ഫിറ്റ്. വെസ്റ്റേൺ തിയോളജി കംപ്ലീറ്റ് ലീഗലിസ്റ്റിക് ഫ്രെയിംവർക്ക് വന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഈസ്റ്റേൺ ആണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ്, ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ഈ സഭയും ദൈവത്തെ എല്ലാം കാണുന്നത്. അപ്പൊ ഒരു കുടുംബ പ്രശ്നം പോലെയാണ്. നമ്മുടെ വീട്ടിലെ ചേട്ടനാണ് യേശു. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാകുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്.
ഹീസ് അവർ എൽഡർ ബ്രദർ. അവിടെ ആർബിട്രേഷനും തേങ്ങാക്കൊലയൊന്നുമില്ല. കത്തോലിക്കന്മാരെ സംബന്ധിച്ച് അവിടെ മുഴുവൻ നിയമം, വ്യവഹാരം, വിധി, കുത്ത്, ശിക്ഷ. അതാണ് പാശ്ചാത്യ സുവിശേഷം. അപ്പൊ ആ ഒരു ഫ്രെയിം വർക്കാണ് ചോദിക്കുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ഫ്രെയിം വർക്കാണ്. നമ്മളേത് റിലേഷൻഷിപ്പാണ്, നിങ്ങളത് ലീഗലിസ്റ്റിക് ആണ്. അപ്പൊ കോലോ ചോദിക്കുന്നത് ലീഗലിസ്റ്റിക് ഫ്രെയിം വർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോറി, ഞാൻ അത് എടുക്കത്തില്ല, അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്കില്ല. ഇല്ല, ഹേ, ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഫാമിലി ചെറിയ പ്രശ്നം ഉണ്ടായി, ചേട്ടൻ വന്നെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഈസ് അവർ എൽഡർ ബ്രദർ. ഓ ഗ്ലോറി. അല്ല, ആ ചേച്ചി എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ആ ചേച്ചിയുടെ ചോദ്യമേ കറക്റ്റായിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? സഹോദരൻ, ഞാൻ പറയാം. ഇപ്പൊ പരീക്ഷയ്ക്ക് സമയത്ത് കുര്യാക്കോ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. അപ്പൊ പറയാ, സാറേ ഇത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇന്ന് ഫിസിക്സിന്റെ പരീക്ഷയല്ലേ. ഒയ്യോടെ അബദ്ധം പറ്റി പൊയ്ഞ്ഞു തിരിച്ചു തന്നേക്ക്, നീ വല്ലതും കണ്ടോടോ ക്വസ്റ്റ്യൻ? ഇല്ല. ആ പുള്ളിക്കാരി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയതാന്നേ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയതാ. ആ പുള്ളിക്കാരി പാപമെന്നോ ദൈവവുമായിട്ടുള്ള ശത്രുത്വന്നോ അങ്ങനെ ഇവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാസ്റ്റർ പറപ്പിച്ചേനെ. അതാ എനിക്ക് തോന്നിയത്. വാക്യം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഗ്ലോറി. അല്ല, ചേച്ചി ചോദിച്ചതിനാണ് പാസ്റ്റ് ആൻസർ പറഞ്ഞത്. ചേച്ചി എന്റെ പൊന്ന് സഹോദര, ആ സഹോദരി അമേരിക്കയിലെ ഒരു അറ്റോർണിയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദിവസം ഏറ്റവും കുറഞ്ഞ് 18 മണിക്കൂർ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ സഞ്ചരിക്കുകയും നൂലുകൾ കീറി പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ചോദിക്കുമ്പം ഇതെല്ലാം തലയ്ക്കകത്തിരിപ്പുണ്ട്. എന്നാൽ അതല്ല, അത് ഇവിടെ ഫിറ്റ് ആവത്തില്ല, നമ്മളത് എടുക്കുന്നില്ല. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല. ഞങ്ങളെ കണ്ണുനീറിയ ഈ ആർബിട്രേറ്ററിന്റെ കറക്റ്റ് മീനിങ് എന്താ പാസ്റ്റേ? ആർബിട്രേറ്റർ എന്നുള്ളത് കറക്റ്റ് മീനിങ് അറിയാൻ ഇവിടെ നിയമം അറിയാവുന്ന കോലോ ഉണ്ട്, ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന മാത്യു ഉണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിതരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതിന്റെ അർത്ഥം അത് എന്താ? പാസ്റ്റർ നല്ല വെടിപ്പായിട്ട് പറഞ്ഞു സംഭവം എന്താന്ന്. അന്നേരം എനിക്ക് മണം അടിച്ചത് ഇത് ഡേഞ്ചർ. എനിക്ക് മനസ്സിലായി. മാത്യു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലായില്ല. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പവർ പൊസിഷനിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണ് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനായിട്ട്. അയാൾക്ക് ബേസിക്കലി ഒരു എന്താണ് ജഡ്ജ്മെന്റ് പാസ് ആക്കാൻ പറ്റും. അത് അപ്പീൽ ചെയ്യാത്തിടത്തോളം കാലം അയാൾ എടുക്കുന്ന സെറ്റിൽമെന്റ് അതിന്റെ പിന്നിലൊരു പവറുണ്ട്. അപ്പൊ അയാൾ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക, ഒരു സിവിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനൊക്കെ ആർബിട്രേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്മീഷനോ ഒരു കോടതിക്കോ ഒക്കെ ഒരു ആർബിട്രേഴ്സിനെ സെറ്റ് ചെയ്യാൻ, ചില ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാനായിട്ട്. കോടതിയുടെ നൂലാമാലയിൽ കുടുങ്ങി പോകാതെ, കോടതിയുടെ ടൈം കളയാതിരിക്കാൻ ഇങ്ങനത്തെ ആർബിട്രേഴ്സിനെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾക്ക് പെട്ടെന്ന് നീക്കുപോക്ക് വരുത്താറുണ്ട്. ബേസിക്കലി അത് സെറ്റിൽ ചെയ്യുകയാണ്, രണ്ടുപേരും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക. അയാൾക്ക് അതിന് അത് മനസ്സിലായി. ഈ പാസ്റ്റർ ഈ ചേച്ചിക്ക് കൊടുത്ത മറുപടിയും കൂടെ ചേർന്ന് പറയാമോ? അതായത് ബേസിക്കലി പാസ്റ്റർ പറഞ്ഞത്, ഇത് കൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോ പാസ്റ്റർ ചെറിയൊരു അലർജി പ്രകടിപ്പിച്ചു. പാസ്റ്റർ ബേസിക്കലി പറഞ്ഞത് വെസ്റ്റേൺ തിയോളജിയുടെ ചിന്താഗതി ആണ് ഈ പറയുന്ന പാപം, ദൈവത്തോടുള്ള ശത്രുത്വം. ഈ ചിന്താഗതി ചിന്തിച്ചിട്ട് ഒരാൾ എത്തുന്ന ഒരു കൺക്ലൂഷനാണ് ബേസിക്കലി ആർബിട്രേഷൻ പോലുള്ള കൺസെപ്റ്റ്. അതായത് യേശുക്രിസ്തു ഒരു ആർബിട്രർ ആണ് നമുക്ക് വേണ്ടി. എന്താണ്, അതായത് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യം വരത്തില്ല ഓട്ടോമാറ്റിക്കലായിട്ട്, ആരും തമ്മിലാണ് ഡിസ്പ്യൂട്ട്. ഈ രക്ഷിച്ച മനുഷ്യർക്ക് ആരോടാണ് ഡിസ്പ്യൂട്ട് തീർക്കാനുള്ളത്? അത് ദൈവത്തോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റൂമിൽ നിന്ന് പറക്കേണ്ട വരത്തില്ലേ എന്നുള്ളതാണ് ഞാൻ പ്രകടിപ്പിച്ച് ചോദിച്ചത്. ആദ്യം പുള്ളിക്കാരൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് ഈ ആർബിട്രറിന്റെ അർത്ഥം വല്ല അറിയാനില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി അതിലും ഭംഗിയായിട്ട് ഇങ്ങോട്ട് ആർബിട്രറിന്റെ അർത്ഥവും എക്സാമ്പിളും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങ് പറഞ്ഞു. അന്നേരം എനിക്ക് മണം അടിച്ചു, ഇത് പോകുന്നത് വേറെ എങ്ങോട്ടാണ്.